ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. ഈ വീഡിയോ ചെയ്യുന്ന ദിവസം സ്വർണത്തിൻ്റെ വില പവന് ഏകദേശം 60,000 രൂപയാണ്. അത് ക്രമേണ ഉയർന്ന് 1,00,000-ലെത്തിയാലും അത്ഭുതപ്പെടാനില്ല. സ്വർണ്ണവില പവന് 1-2 ലക്ഷമായാലും ആൾക്കാർക്ക് അതിനോടുള്ള ഭ്രമം ഒട്ടും കുറയാൻ പോകുന്നില്ല. കാരണം ആഭരണത്തെക്കാൾ ഉപരി സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം കൂടിയായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഓരോ ഗ്രാം സ്വർണത്തിനും അതിൻ്റേതായ മൂല്യമുണ്ട്. എന്നാൽ സ്വർണ്ണ വിപണിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ചതിക്കുഴികളെക്കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം. ഇതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും മനക്ലേശവും അനുഭവിച്ചവർ ധാരാളമുണ്ട്. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്ന വിഷയം. ആദ്യമായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ എടുക്കേണ്ട ചില മുൻകരുതലുകളെക്കുറിച്ച് പറയാം. സ്വർണം വാങ്ങുന്ന ദിവസത്തെ മാർക്കറ്റ് പ്രൈസ് ഗൂഗിൾ സെർച്ച് വഴിയും ഓൺലൈൻ റീറ്റെയിലേഴ്സിൻ്റെ വെബ്സൈറ്റ് വഴിയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. IBJA എന്ന സൈറ്റിൽ കയറിയാൽ നിങ്ങളുടെ പ്രദേശത്തെ ഗോൾഡിൻ്റെ കറണ്ട് പ്രൈസ് അറിയാൻ കഴിയും. ജുവലറി ഷോപ്പിൽ എത്തുന്നതിന് മുമ്പ് അന്നത്തെ വിലയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതേസമയം ആഭരണങ്ങളുടെ ഡിസൈൻ, മേക്കിംഗ് ചാർജസ്, ടാക്സസ് തുടങ്ങിയവ അന്തിമ വിലയിൽ പ്രതിഫലിക്കുമെന്നും അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്വർണ്ണാഭരണത്തിൽ BIS ഹാൾമാർക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ട്രയാങ്കിൾ ഷേപ്പിലുള്ള BIS ലോഗോയാണ് പ്രധാന അടയാളം. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പരിശോധിച്ച് പ്യുവർ ഗോൾഡാണെന്ന് സർട്ടിഫൈ ചെയ്യുന്നതാണ് BIS ലോഗോ. സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയും കാരറ്റേജും അതിനോടൊപ്പം രേഖപ്പെടുത്തിയിരിക്കും. കാരറ്റേജ് കൂടുന്നതനുസരിച്ച് സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയും കൂടും. ഉദാഹരണത്തിന് 22 കാരറ്റ് ആണെങ്കിൽ 22K916 എന്ന് രേഖപ്പെടുത്തിയിരിക്കും. 916 എന്നത് സ്വർണത്തിൻ്റെ പ്യൂരിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 91.6% പ്യുവർ ഗോൾഡും ബാക്കി 8.4% സിൽവർ, കോപ്പർ, സിങ്ക് തുടങ്ങിയ ലോഹങ്ങളുമാണ്. 18 കാരറ്റ് ആണെങ്കിൽ 18K750 എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ഇതിൽ 75% പ്യുവർ ഗോൾഡും 25% മറ്റ് ലോഹങ്ങളുമാണ്. അതേസമയം 24 കാരറ്റിൽ 99.9% പ്യുവർ ഗോൾഡാണ്. എന്നാൽ വളരെ സോഫ്റ്റ് ആയതിനാൽ 24 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ സാധാരണ ഉപയോഗിക്കാറില്ല. ഗോൾഡ് കോയിനുകളായും ബാറുകളുമായുമാണ് ഇത് ലഭ്യമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ 24 കാരറ്റ് പ്യുവർ ഗോൾഡ് ആണെങ്കിൽ 22 കാരറ്റിൽ 22 ഭാഗം പ്യുവർ ഗോൾഡും 2 ഭാഗം മറ്റ് ലോഹങ്ങളുമാണ്. അതേസമയം 18 കാരറ്റിൽ 18 ഭാഗം പ്യുവർ ഗോൾഡും 6 ഭാഗം മറ്റ് ലോഹങ്ങളുമാണ്. വളകളും മാലകളും നിർമ്മിക്കാൻ 22 കാരറ്റ് സ്വർണവും മോതിരം, ബ്രേസ്ലെറ്റ് തുടങ്ങിയവ നിർമ്മിക്കാൻ 18 കാരറ്റ് സ്വർണവുമാണ് ഉപയോഗിക്കുന്നത്. 22 കാരറ്റ് സ്വർണത്തിന് ബ്രൈറ്റ് യെല്ലോ കളറാണെങ്കിൽ 18 കാരറ്റ് സ്വർണത്തിന് ഡൾ യെല്ലോ കളറായിരിക്കും. 2021 ജൂൺ മാസം മുതൽ ഹാൾമാർക്കില്ലാത്ത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ഇന്ത്യയിൽ അനുവാദമില്ല. ഹാൾമാർക്ക് കണ്ട് ബോധ്യമായതിനു ശേഷം ആഭരണത്തിൻ്റെ തൂക്കം പരിശോധിക്കാൻ ആവശ്യപ്പെടാം. അതിനായി ഒരു സർട്ടിഫൈഡ് വെയിങ് മെഷീനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ച് ഉറപ്പുവരുത്തണം. പ്രമുഖ ജുവലറികളിൽ ഫാൾട്ടി വെയിങ് മെഷീൻസ് ഉപയോഗിക്കാൻ സാധ്യതയില്ലെങ്കിലും നമ്മുടെ അതീവ ശ്രദ്ധ സ്വർണത്തിൻ്റെ തൂക്കം നോക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകണം. കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങളെക്കുറിച്ച് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കണം. അതിനായി ജുവലറികൾ സ്റ്റോൺ ഡിഡക്ഷൻ ചാർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഡയമണ്ടിനും ജെംസ്റ്റോണിനുമൊക്കെ സ്പെസിഫിക് വെയിറ്റ് റേഞ്ചസ് ഉണ്ട്. അത് ആഭരണത്തിൻ്റെ ടോട്ടൽ വെയിറ്റിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. BIS ഹാൾമാർക്ക് സ്വർണ്ണമാണ് വാങ്ങുന്നതെങ്കിൽ കല്ല് കൂടാതെയുള്ള സ്വർണത്തിൻ്റെ വെയിറ്റ് അതിൽ രേഖപ്പെടുത്തിയിരിക്കും. ഇത്തരം ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെയും കല്ലുകളുടെയും വെയിറ്റും മറ്റ് ഡീറ്റെയിൽസും പ്രത്യേകമായി തന്നെ ഇൻവോയ്സിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് ഇവ ഓരോന്നും പ്രത്യേകമായി കാണിക്കുന്ന ബ്രേക്ക് ഡൗൺ ഇൻവോയ്സ് തന്നെ വാങ്ങണം. അടുത്തതായി മേക്കിംഗ് ചാർജസിനെ കുറിച്ച് വ്യക്തമായി ചോദിച്ചറിയണം. സ്വർണ്ണാഭരണങ്ങളുടെ മേക്കിംഗ് ചാർജസ് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. പ്രത്യേക ഡിസൈനും ക്രാഫ്റ്റ്സ്മാൻഷിപ്പും അധികം ആവശ്യമുള്ളതുമായ ആഭരണങ്ങൾക്ക് മേക്കിംഗ് ചാർജസ് കൂടിയിരിക്കും. പ്യൂരിറ്റി കൂടുതലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ മേക്കിംഗ് ചാർജസ് പ്യൂരിറ്റി കുറഞ്ഞവയേക്കാൾ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് 22 കാരറ്റ് സ്വർണ്ണത്തിൽ തീർത്ത ആഭരണത്തിൻ്റെ മേക്കിംഗ് ചാർജസ് 18 കാരറ്റിൽ തീർത്തവയേക്കാൾ കൂടുതലായിരിക്കും. ജുവലറി ഷോപ്പിൻ്റെ റെപ്യൂട്ടേഷൻ, ബ്രാൻഡ് തുടങ്ങിയവയും ഉയർന്ന മേക്കിംഗ് ചാർജസിന് കാരണമായേക്കും. സ്വർണത്തിൻ്റെ തൂക്കത്തിൻ്റെ 5 മുതൽ 25% വരെ മേക്കിംഗ് ചാർജസ് വരാറുണ്ട്. അത് ഓരോ ആഭരണത്തിൻ്റെ കാറ്റഗറിയും ക്രാഫ്റ്റ്സ്മാൻഷിപ്പും ആശ്രയിച്ചിരിക്കും. കൂടാതെ ജുവലറി ഷോപ്പിൻ്റെ റിട്ടേൺ പോളിസി ചോദിച്ചറിയണം. അവരുടെ ബൈബാക്ക് പോളിസിയും എക്സ്ചേഞ്ച് പോളിസിയും കച്ചവടം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. വാങ്ങിയ സ്വർണത്തിൻ്റെ ഡീറ്റെയിൽഡ് ഇൻവോയ്സ് തന്നെയാണോ നൽകിയിരിക്കുന്നതെന്ന് കടയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്യണം. ശരിയായ ഇൻവോയ്സും ബില്ലുകളും അവയുടെ റീസെയിലിനും എക്സ്ചേഞ്ചിനും നമ്മുടെ നിയമപരമായ അവകാശങ്ങൾക്കും ആവശ്യമാണ്. ഇനി സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാനാണ് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കം മുൻകൂർ മനസ്സിലാക്കിയിരിക്കണം. വാങ്ങിയ സമയത്ത് ഇൻവോയ്സ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. അല്ലെങ്കിൽ ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ഉപയോഗിക്കുന്ന പരിചയമുള്ള ഏതെങ്കിലും ഷോപ്പിൽ പോയി തൂക്കം മനസ്സിലാക്കാം. സ്വർണം വിൽക്കുന്ന ദിവസത്തെ മാർക്കറ്റ് പ്രൈസ് നേരത്തെ സൂചിപ്പിച്ച വഴികളിലൂടെ മനസ്സിലാക്കാനും കഴിയും.
മെൽറ്റിംഗ് ചാർജസും വേസ്റ്റേജസും ഒക്കെ കണക്കാക്കി മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കായിരിക്കും വ്യാപാരികൾ നിങ്ങളിൽ നിന്നും സ്വർണ്ണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഓരോ ഗ്രാമിൻ്റെയും വില വ്യക്തമായി അറിഞ്ഞിരിക്കണം. ആഭരണങ്ങൾ വിൽക്കാനും മാറ്റിയെടുക്കാനുമൊക്കെ പ്രമുഖ വ്യാപാരികളെ തന്നെ സമീപിക്കണം. പഴയ ആഭരണങ്ങൾ വിൽക്കുന്നതിനെക്കുറിച്ചും കൈമാറ്റത്തെക്കുറിച്ചുമൊക്കെ വിശദമായ ഒരു ഗൃഹപാഠം ചെയ്തിട്ട് വേണം ഇത്തരം വ്യാപാരികളെ സമീപിക്കാൻ. അവർ ഓഫർ ചെയ്യുന്ന പ്രൈസ് സ്വീകാര്യമല്ലെങ്കിൽ മറ്റ് ഷോപ്പുകളെ സമീപിച്ച് ഒരു താരതമ്യ പഠനം ചെയ്തിട്ട് വേണം കച്ചവടം ഉറപ്പിക്കേണ്ടത്. കച്ചവടം ഉറപ്പിച്ചാൽ സ്വർണ്ണത്തിൻ്റെ വില, വേസ്റ്റേജസ്, മെൽറ്റിംഗ് ചാർജസ്, GST തുടങ്ങിയ വിശദാംശങ്ങളടങ്ങിയ ബില്ല് ചോദിച്ച് വാങ്ങണം. അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഒരിക്കലും ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കരുത്. ഇത്തരം സാഹചര്യങ്ങൾ വളരെ കരുതലോടെയും ശാന്തമായും കൈകാര്യം ചെയ്യണം. സ്വർണ്ണത്തിൻ്റെ പ്യൂരിറ്റി പരിശോധിക്കുന്നതും മെൽറ്റ് ചെയ്യുന്നതുമൊക്കെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമായിരിക്കണം. വേസ്റ്റേജ്, സ്ക്രാച്ചസ്, ഡർട്ട് എന്നൊക്കെ പറഞ്ഞ് ശരിയായ മൂല്യം കുറയ്ക്കാൻ ശ്രമിച്ചേക്കും. ഇതിനെതിരെ ഒരു ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കണം. സംശയാസ്പദമായ സാഹചര്യമാണെങ്കിൽ സ്വർണം ഉരുക്കാനോ സ്റ്റോണുകൾ ഇളക്കാനോ ഒന്നും അനുവദിക്കരുത്. വാങ്ങുമ്പോൾ എന്നതുപോലെ വിൽക്കുമ്പോഴും വിശദമായ ഒരു ബില്ല് ചോദിച്ച് വാങ്ങണം. ബില്ലുകൾ സൂക്ഷിച്ചാൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത് നമുക്ക് അനുകൂലമായ തെളിവായി ഉപയോഗിക്കാൻ കഴിയും. സ്വർണം വിൽക്കാനും എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ പോകുമ്പോൾ ഇക്കാര്യത്തിൽ അനുഭവസമ്പത്തുള്ള ഒരാളുടെ സഹായം തേടുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയെ ഇല്ലാതാക്കും. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചും എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കേണ്ടതെന്നും നോക്കാം. സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉപഭോക്താവിന് ഉണ്ടാകുന്ന നഷ്ടങ്ങളും വഞ്ചനകളുമൊക്കെ പരിഹരിക്കാൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാം. കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീട്രസൽ കമ്മീഷൻ അഥവാ CDRC എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ജില്ലാടിസ്ഥാനത്തിലുള്ള ഡിസ്ട്രിക്ട് CDRCകളും സംസ്ഥാനാടിസ്ഥാനത്തിലെ സ്റ്റേറ്റ് CDRCകളും ദേശീയാടിസ്ഥാനത്തിലെ നാഷണൽ CDRCകളുമുണ്ട്. CDRCകൾ ട്രിബ്യൂണൽസ് പോലെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ് നിലവിലെ ഇത് സംബന്ധിച്ച നിയമം. ഉൽപ്പന്നത്തിലെ പിഴവുകൾ, സർവീസിലെ പാളിച്ചകൾ എന്നിവയ്ക്കെതിരെ CDRCയിൽ പരാതിപ്പെടാം. പരാതിയിൽ നിങ്ങളുടെയും എതിർകക്ഷികളുടെയും ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണം. നിങ്ങളുടെ ഗ്രീവൻസ് അഥവാ പരാതി എന്താണെന്ന് വ്യക്തമാക്കണം. ബില്ലുകൾ, വാറണ്ടി, എഗ്രിമെൻറ്റ്സ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികൾ അപേക്ഷയിൽ അറ്റാച്ച് ചെയ്യണം. അപേക്ഷയോടൊപ്പം പരാതിക്കാരൻ്റെ അഫിഡവിറ്റും നിശ്ചിത ഫീസും നൽകണം. പരാതിമേൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകുകയും തുടർന്ന് ഹിയറിംഗ് നടക്കുകയും ചെയ്യും. ഇരു പാർട്ടികളും അനുരഞ്ജനത്തിന് തയ്യാറാകുകയാണെങ്കിൽ മീഡിയേഷനിലൂടെ കേസ് ഒത്തുതീർപ്പാക്കും. മീഡിയേഷൻ പരാജയപ്പെട്ടാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ വിധി പ്രഖ്യാപിക്കും. ഡിസ്ട്രിക്ട് CDRCയുടെ വിധിക്കെതിരെ 45 ദിവസത്തിനകം സ്റ്റേറ്റ് CDRCക്കും സ്റ്റേറ്റ് CDRCയുടെ വിധിക്കെതിരെ 30 ദിവസത്തിനകം നാഷണൽ CDRCക്കും അപ്പീൽ നൽകാം. നാഷണൽ CDRCയുടെ വിധിക്കെതിരെ 30 ദിവസത്തിനകം സുപ്രീം കോടതിക്ക് അപ്പീൽ നൽകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിൽ പരാതിപ്പെടാമെന്ന് നോക്കാം. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുക, മേക്കിംഗ് ചാർജസ്, മെൽറ്റിംഗ് ചാർജസ് എന്നിവയിൽ തിരിമറി കാണിക്കുക, മറ്റ് ഹിഡൻ ചാർജസ് ഉൾപ്പെടുത്തുക, നിലവാരം കുറഞ്ഞതും പ്യൂരിറ്റി ഇല്ലാത്തതുമായ സ്വർണ്ണാഭരണങ്ങളോ ഡയമണ്ടോ വിൽക്കുക, BIS ഹാൾമാർക്ക് ഇല്ലാത്തതും തെറ്റായ സർട്ടിഫിക്കേഷൻ ഉള്ളതുമായ ആഭരണങ്ങൾ വിൽക്കുക, ഇൻവോയ്സിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തുക, അതായത് ഇൻവോയ്സും ബില്ലുകളും നടന്ന കച്ചവടവുമായി മാച്ച് ചെയ്യാതെ ഇരിക്കുക, ഓഫറുകളും ഇളവുകളും വാഗ്ദാനം ചെയ്തിട്ട് അത് പാലിക്കാതെ ഇരിക്കുകയും മോശപ്പെട്ട വിൽപ്പനാനന്തര സേവനങ്ങൾക്കെതിരെയും പരാതിപ്പെടാം. ഏതെങ്കിലും സാഹചര്യത്തിൽ ഉപഭോക്താവിനെ ഭീഷണിപ്പെടുത്തുകയോ അപമാനകരമായി പെരുമാറുകയോ ചെയ്താലും പരാതിപ്പെടാം. ഉപഭോക്താക്കൾക്ക് അവരുടെ പരാതികൾ ഉന്നയിക്കാനും പരിഹാരം കാണാനുമാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ അഥവാ CDRCകൾ സ്ഥാപിതമായത്. അവയെ പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്തിയാൽ വിപണിയിലെ തെറ്റായ പ്രവണതകൾ അവസാനിക്കുകയും ഉപഭോക്താവും വിൽപ്പനക്കാരും തമ്മിലുള്ള വിശ്വാസവും ബന്ധവും നിലനിൽക്കുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.